ഗാസയിലേക്ക് സഹായവുമായി ആരും വരണ്ട, വരുന്നവരെ അറസ്റ്റ് ചെയ്ത് വിചാരണ ചെയ്യുമെന്നും ഇസ്രായേൽ. ഗാസയിലെ ജനങ്ങൾക്ക് ആഹാരവും വസ്ത്രവുമായി വന്ന ഫ്രീഡം ഫ്ലോട്ടിലയുടെ ഹൻഡല കപ്പൽ ഇസ്രായേൽ സൈന്യം പിടിച്ചെടുത്തു. അതിലെ 21 ജീവനക്കാരെ അറസ്റ്റ് ചെയ്ത് ടെല്ലവീവിലേക്ക് കൊണ്ടുപോയി. ഹൻഡല എന്ന കപ്പൽ ഇപ്പോൾ ഇസ്രായേലിന്റെ അധീനതയിലാണ്. ഗാസയിൽ ഇതിനകം ആഹാരവും പട്ടിണിയും മൂലം 130 മരണം റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ സഹായമെത്തിക്കാൻ UN ഏജൻസികളെ മാത്രമേ അനുവദിക്കൂ എന്നും ഇസ്രായേൽ വ്യക്തമാക്കി. ഞായറാഴ്ച പുലർച്ചെ മുതൽ ഗാസയിൽ നടന്ന ആക്രമണങ്ങളിൽ ഇസ്രായേൽ സൈന്യം കുറഞ്ഞത് 15 ഫലസ്തീനികളെ വധിച്ചു. 42 സഹായ പ്രവർത്തകരെ ഉൾപ്പെടെ 71 പേരായിരുന്നു ശനിയാഴ്ച ഗാസയിൽ കൊല്ലപ്പെട്ടത്. സഹായ പ്രവർത്തകരുടെ മരണസംഖ്യ ഉയരുന്നതും ആശങ്കയാണ്. ഇസ്രായേൽ പറയുന്നത് പുറമേ നിന്നുള്ള സഹായ പ്രവർത്തകരുടെ ജീവന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ആകില്ല എന്നാണ്. ഗാസയിലെ കാര്യം UN നോക്കട്ടെ, പോരാത്ത കാര്യങ്ങൾ ഇസ്രായേൽ സൈന്യവും നോക്കും എന്നാണ് പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ നയം. ഹമാസിനെതിരായ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ആദ്യമായി ഞായറാഴ്ച പുലർച്ചെ ഇസ്രായേൽ ഗാസയിലേക്ക് മാനുഷിക സഹായം വ്യോമമാർഗം നൽകി. സ്ട്രിപ്പിന്റെ ചില ഭാഗങ്ങളിൽ യുദ്ധം നിർത്തിവെക്കാനും പലസ്തീൻ ജനതയ്ക്ക് സാധനങ്ങൾ വിതരണം ചെയ്യുന്നതിനുമായി ഐക്യരാഷ്ട്രസഭയ്ക്ക് സുരക്ഷിത പാതകൾ സൃഷ്ടിക്കാനും ഇസ്രായേൽ തയ്യാറായി. ഗാസയിലെ കൂടുതൽ ജനങ്ങളുള്ള ഭാഗത്ത് ഇസ്രായേൽ വിമാനത്തിൽ നിന്നും റൊട്ടിയും ആഹാരപ്പൊതികളും താഴേക്കിട്ട് വിതരണവും നടത്തി. ഇതിനിടെ ഗാസയിലെ പട്ടിണി മാറ്റാൻ താൽക്കാലിക യുദ്ധത്തിന് ഒരു ദിവസം 10 മണിക്കൂർ ഇടവേള പ്രഖ്യാപിച്ച് ഇസ്രായേൽ. അൽ മവാസി, ദേർ എൽ ബലാഹ്, ഗാസ സിറ്റി എന്നിവിടങ്ങളിൽ ഞായറാഴ്ച മുതൽ രാവിലെ 10 മുതൽ രാത്രി 8 വരെ ജനങ്ങൾക്ക് പുറത്തിറങ്ങാം. ഇത് ആഹാരവും വെള്ളവും മരുന്നും ശേഖരിക്കാൻ മാത്രമായിരിക്കണമെന്നും ഇസ്രായേൽ വ്യക്തമാക്കുന്നു. മാനുഷിക ആവശ്യങ്ങൾക്കായി നൽകുന്ന ഇടവേളകൾ ദുരുപയോഗം ചെയ്താൽ ഫലം ഗുരുതരമായിരിക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. ഒരർത്ഥത്തിൽ ഗാസയുടെ ഞരമ്പുകളിലെല്ലാം പിടിമുറുക്കി ഗാസ മുഴുവൻ കൈയടക്കിയ ശേഷം ചെറിയ നിയന്ത്രണങ്ങൾ ഒഴിവാക്കുകയാണിപ്പോൾ ജൂത സൈന്യം. ഗാസയിൽ ഇസ്രായേലിന്റെ പൂർണ്ണമായ മേധാവിത്വമാണ് ഇപ്പോൾ. ഗാസ മുനമ്പിലെ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ രാവിലെ 10 മുതൽ രാത്രി 8 വരെ ഇസ്രായേൽ സൈന്യം പ്രാദേശികമായ യുദ്ധവിരാമമാണ് ഇപ്പോൾ നൽകുന്നത്. അൽമവാസി, ദേർ അൽ ബലാഖ്, ഗാസ സിറ്റി എന്നിവ ഉൾപ്പെടെ നിലവിൽ കരസേനയുമായി IDF പ്രവർത്തിക്കാത്ത പ്രദേശങ്ങളിൽ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ എല്ലാ ദിവസവും യുദ്ധത്തിന് താൽക്കാലിക വിരാമം ഉണ്ടാകുമെന്ന് സൈന്യം പറയുന്നു. ഗാസ മുനമ്പിൽ ഉടനീളമുള്ള ജനങ്ങൾക്ക് ഭക്ഷണവും മരുന്നും എത്തിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന ഐക്യരാഷ്ട്രസഭയുടെയും മാനുഷിക സഹായ സംഘടനകളുടെയും വാഹന വ്യൂഹങ്ങളുടെ സുരക്ഷിതമായ കടന്നുപോകൽ സാധ്യമാക്കുന്നതിന് രാവിലെ 6 മുതൽ രാത്രി 11 വരെ സുരക്ഷിത വഴികൾ നിശ്ചയിക്കുമെന്ന് IDF പറയുന്നു. ഞായറാഴ്ച പുലർച്ചെ തെക്കൻ ഗാസ മുനമ്പിൽ കഴിഞ്ഞ ദിവസം നടന്ന ഒരു സ്ഫോടക വസ്തു ആക്രമണത്തിൽ 2 IDF സൈനികർ കൊല്ലപ്പെടുകയും ഒരു ഉദ്യോഗസ്ഥന് നേരിയ പരിക്കേൽക്കുകയും ചെയ്തതായി സൈന്യം അറിയിച്ചു. ഇസ്രായേൽ സൈന്യത്തിന്റെ രഹസ്യാന്വേഷണ യൂണിറ്റിൽ ഉള്ളവരായിരുന്നു ഇവർ. പരിക്കേറ്റ രഹസ്യാന്വേഷണ യൂണിറ്റ് ഉദ്യോഗസ്ഥനെ ആ അവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി സൈന്യം പറയുന്നു. ഖാൻ യൂനിസിലെ ഓപ്പറേഷനുകൾക്കിടെ ഒരു സ്ഫോടക വസ്തു ഉപയോഗിച്ച് ഒരു കെട്ടിടം തകർത്തപ്പോൾ അതിന് സമീപം നിന്ന സ്വന്തം സൈനികരെയാണ് ഇസ്രായേലിന് നഷ്ടമായത്. അന്താരാഷ്ട്ര സമ്മർദ്ദവും എൻക്ലേവിൽ പട്ടിണി പടരും എന്ന ദുരിതാശ്വാസ ഏജൻസികളുടെ മുന്നറിയിപ്പുകളും വർദ്ധിച്ചതിനെ തുടർന്ന് കൂടുതൽ ട്രക്കുകൾ ഈജിപ്തിൽ നിന്നും ഇസ്രായേൽ സൈന്യം കടത്തിവിട്ടു. ഗാസയിലേക്ക് സഹായ ട്രക്കുകൾ നീങ്ങിത്തുടങ്ങിയതായി ഈജിപ്ഷ്യൻ ഭരണകൂടവുമായി ബന്ധപ്പെട്ട അൽ ഖഹേറ ന്യൂസ് TV റിപ്പോർട്ട് ചെയ്യുന്നു. റഫ ക്രോസിംഗ് അടച്ചിട്ടതോടെ ട്രക്കുകൾ ഇസ്രായേൽ വഴി കടന്ന് മുനമ്പിൽ പ്രവേശിക്കുന്നതിന് മുൻപ് പരിശോധിക്കും. ന്യൂസ് ഡെസ്ക് കർമാനസ്.